Good morning, all of you. Okay, in the last class, we have discussed about multiple intelligence, critical reading. What do you mean by multiple intelligence? What is that? Anyone? Each of the human beings have different type of intelligence. It is the IQ. IQ is the measurement of the intelligence. So, Dr. Howard Gardner proposed the theory of intelligence. It includes different types of intelligence and characteristics. We already discussed about 8 different types of intelligence. Okay. Next is problem solving. Problem solving. What is problem? What do you mean by problem? It is actually derived from a Greek word that is called problema. The literal meaning of problem is something that is thrown. The literal meaning of problem is something that is thrown. Actually, what is problem? Problems are the obstacles thrown in front of us. It is usually defined as the unwelcome situation which must be dealt and it can be solved or overcome. എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺവെൽക്കം സിറ്റുവേഷൻ ആണല്ലേ. ഒരു അൺവെൽക്കം സിറ്റുവേഷൻ ആണ്. നമ്മൾ വിചാരിക്കാതെ ഒക്കർ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രോബ്ലംസ് എന്ന് പറയും. ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും ഒരു പ്രോബ്ലത്തിന് അല്ലേ. അല്ലെങ്കിൽ വി ക്യാൻ ഓവർകം ദാറ്റ് പ്രോബ്ലംസ്. ഓക്കെ. Another type of defining problem is questions starting from a given set of conditions in order to investigate or demonstrate some facts or result. Another type of definition എന്താ? ഒരുപാട് ഡെഫിനേഷൻ ഞാനിപ്പോൾ പറഞ്ഞു. സംതിങ് ദാറ്റ് ഇസ് സ്ട്രോങ്, അതൊരു ഡെഫിനേഷനാണ്. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് എൻ അൺവെൽക്കംഡ് സിറ്റുവേഷൻ. ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് ഓർ ഓവർകം. ഇറ്റ് ഇസ് അനദർ ഡെഫിനേഷൻ ഓഫ് പ്രോബ്ലം. തേർഡ് വൺ എന്താ പറഞ്ഞത്? Questions starting from given set of conditions in order to investigate or demonstrate a fact or result. കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം അത് സംടൈംസ് ഫാക്ട് എന്തെങ്കിലും ഫാക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കും ആ പ്രോബ്ലത്തിന്റെ ബിഹൈൻഡ് ഉണ്ടാവുക. അല്ലെങ്കിൽ വി ക്യാൻ ഗെറ്റ് സം സൊല്യൂഷൻസ് ഓർ റിസൾട്ട്. ഓക്കെ. സംടൈംസ് ലോസ് ഒക്കെ കിട്ടും, നിയമങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പം സംടൈംസ് അത് പ്രിൻസിപ്പിൾസ് ആവാം, അല്ലെങ്കിൽ ഫാക്ട്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് റിസൾട്ട്, ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാം? പ്രോബ്ലം ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് കോൾഡ് പ്രോബ്ലമ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ് ദാറ്റ് ഈസ് thrown and also it is an unwelcomed situation. It can be solved or overcome. Another one is it is defined as question starting from given set of conditions in order to investigate or demonstrate some fact or result or some law. Okay, we can solve problems orderly in an orderly fashion or non-linear method. പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം, സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സീക്വൻഷ്യലായിട്ടും സോൾവ് ചെയ്യാം പ്രോബ്ലത്തിനെ, അല്ല നോൺ ലീനിയർ ആയിട്ടും നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാം. ഓർഡർ വൈസ് ഇപ്പം കൺവേർജൻ്റ് ഒക്കെ ആണെങ്കിൽ, കൺവേർജൻ മെത്തേഡിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സിലൊക്കെ ആണെങ്കിൽ ഓർഡർലി ഫാഷനിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ഡൈവേർജൻ തിങ്കിങ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് വേസ് ഒക്കെ ആണെങ്കിൽ എന്താ, നോൺ സീക്വൻഷ്യൽ മെത്തേഡ്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അറേഞ്ച് 1 by 1 ആയിട്ട് തന്നെ സോൾവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ മിഡിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓർഡർലി ഫാഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം ഓർ നോൺ സീക്വൻഷ്യൽ മെത്തേഡ്സിലും സോൾവ് ചെയ്യാം. In different area, problem can be defined in different ways. Okay. അപ്പോൾ
സൈക്കോളജി അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സയൻസ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക, പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ഏരിയാസ്, ഇപ്പം സൈക്കോളജി, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇൻ സൈക്കോളജി, പ്രോബ്ലം സോൾവിംഗ് റെഫേഴ്സ് to how one moves from given state to desired state or goal once the problem is identified and shaped. In psychology, problem solving refers to how one moves from a given state to desired state or goal once the problem is identified and shaped. എന്താ പറഞ്ഞത്? സൈക്കോളജിയിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറയുന്നത്? നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ വിചാരിക്കുന്ന ഡിസൈഡ് സ്റ്റേറ്റ് ഓർ ഗോൾ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. സൈക്കോളജിയിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്? നമ്മൾ എന്താണോ എയിം ചെയ്യുന്നത് ആ എയിമിലേക്ക് നമ്മൾ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ എയിം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, it is a higher order intellectual process which make use of number of fundamental skills. അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഹയർ ഓർഡർ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് അല്ലേ. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ഇന്റലക്ച്വൽ പ്രോസസ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹയർ ആപ്ലിക്കേഷൻ ലെവലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് സൈക്കോളജിയിൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമുക്ക് നോളജ് അവൈലബിൾ ആണ്. അതായത് വെറുതെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യലല്ല, നമ്മൾ എന്താണോ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഗോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആയിരിക്കും വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഇറ്റ് ഈസ് എ ഹയർ ഓർഡർ ഇന്റലക്ച്വൽ പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് പ്രോബ്ലംസ് ആർ മാത്തമാറ്റിക്കൽ, ദേ ക്യാൻ ബി പേഴ്സണൽ. ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സയൻസ് പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് എപ്പോഴും മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് കിട്ടുന്ന പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല. സംടൈംസ് അത് എന്തായിരിക്കും, പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, അതാണെങ്കിലും നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക, നമ്മൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് സോൾവ് ചെയ്യേണ്ടത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. എപ്പോഴും മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്ത പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല. നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യും? സൈക്കോളജിക്കൽ കൊഗ്നിറ്റീവ് സയൻസ് പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിന് വളരെയധികം എലാബറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, എ പ്രോഗ്രാമർ ക്യാൻ ഐഡന്റിഫൈ എ പ്രോബ്ലം ആൻഡ് എക്സാമിൻ ഹൗ ദ ഹ്യൂമൻ ബ്രെയിൻ വുഡ് സോൾവ് ഇറ്റ്. ദിസ് ഈസ് ബ്രേക്കൺ ഡൗൺ ഇൻ ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് എൻ അൽഗോരിതം. The algorithm is then implemented in syntax of specific programming languages and repeatedly revisited and testing for debugging. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് എന്താ, സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യലാണ് അല്ലേ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ അറിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻസിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലംസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാന്നുള്ളത് തിങ്ക് ചെയ്യും. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടാസ്കിനെ തന്നെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ആ ബ്രേക്ക് ഡൗൺ ചെയ്ത സ്റ്റെപ്സിനെയൊക്കെ നമ്മൾ അൽഗോരിതം എന്ന് പറയുന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. അൽഗോരിതം ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലേ. അപ്പോൾ ആ അൽഗോരിതം നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സ്റ്റെപ്പിൽ പറയുന്ന പോലെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഈച്ച് സ്റ്റെപ്പ് ഐഡന്റിഫൈസ് എ സൊല്യൂഷൻ. ഓക്കെ, അതൊരു ഫേസ് ആണ്. ഓരോ സ്റ്റെപ്പ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അപ്പോൾ ആ സ്റ്റെപ്പ് എന്താ പറയുന്നത്, ഓരോ ഡെഫിനിഷൻ ആയിരിക്കും. ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഡെഫിനിഷൻ ആയിരിക്കും ആ ഓരോ സ്റ്റെപ്പിലും പറയുന്നുണ്ടാവുക. അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി റെപ്രസെന്റും ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അൽഗോരിതം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ് ടാസ്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെന്റ് സ്റ്റെപ്സ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ടോ ഈ സ്റ്റെപ്പിനെ ഇംപ്ലിമെന്റ് ചെയ്യുമല്ലോ, അതായത് അൽഗോരിതം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. വെറുതെ ഇംപ്ലിമെന്റ് ചെയ്യില്ല, യൂസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. You have heard about C programming language, Java, PHP, .NET, Python. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും.
നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ എന്തുണ്ടാവും? പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. റിപ്പീറ്റഡ്ലി പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും പക്ക പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല സോഫ്റ്റ്വെയർ. അപ്പോൾ അവിടെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, പ്രോബ്ലംസ് ഒക്കെ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആ പ്രോബ്ലത്തെ റീവിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റീവിസിറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ദ ടെസ്റ്റിംഗ് ഈസ് കോൾഡ് ഡീബഗിങ്. ഡീബഗിങ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബഗ്സ്. ബഗ് മീൻസ് വൈറസ് അല്ലെങ്കിൽ എറേഴ്സ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് എന്താ പറയുക? ഡീബഗിങ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഏരിയ ഇറ്റ്സ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, നെക്സ്റ്റ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രീംസ് അല്ലേ? ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏരിയാസ് അല്ലെങ്കിൽ സ്ട്രീംസ് കണ്ടെയ്ൻ ചെയ്തിട്ടാണ് എന്ത് പറയുക? എഞ്ചിനീയറിംഗ് എന്ന് പറയുക. ഇൻ പ്രോബ്ലം സോൾവിങ്, engineering is concerned with product and process. The main aim is to correct or prevent actual or anticipated failures. Several techniques are used for problem solving in engineering, like reverse engineering, failure mode analysis, forensic engineering. It's concerned with the product and process. Engineering ഒരു ടെക്നിക്കൽ ആണ് അല്ലേ? ടെക്നിക്കൽ ഫീൽഡാണ് അല്ലെ? പ്രൊഫഷണൽ ആണ്. അപ്പോൾ അവിടെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാ പ്രൊഡക്റ്റിലാണ്. ലാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആ പ്രൊഡക്റ്റിലാണ് മെയിൻലി ഏത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്തായിരിക്കും? ദേ ഹാവ് ടു മെയിൻലി എയിം ഫോർ പ്രിവെന്റിങ് ആക്ച്വൽ ഓർ ആൻറ്റിസിപ്പേറ്റഡ് ഫെയിലിയേഴ്സ് ഓർ കറക്റ്റിംഗ് ദി ഫെയിലിയേഴ്സ്. ആ പ്രൊഡക്റ്റിലുണ്ടാകുന്ന അപാകതകളൊക്കെ ഉണ്ടാവില്ലേ, ഫെയിലിയേഴ്സ്, ആ ഫെയിലിയേഴ്സിന് സോൾവ് ചെയ്യാനാണ് മെയിൻലി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ത്രൂ ഡിഡക്റ്റീവ് റീസണിങ്. വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഡിഡക്റ്റീവ് റീസണിങ്. വാട്ട് ഈസ് ഡിഡക്റ്റീവ് റീസണിങ്? One or more statements that can be reached to a logical conclusion. That is called deductive reasoning. Another type is inductive reasoning. ഇൻഡക്റ്റീവ് ഉണ്ട്, ഡിഡക്റ്റീവ് ഉണ്ട്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അപ്പോൾ ആ ഡിഡക്റ്റീവ് റീസണിങ് ആണ് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫെയിലിയർ മോഡ് കറക്ഷൻ. എന്താണ് ഫെയിലിയർ മോഡ് കറക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ മോഡ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഫെയിലിയർ സംഭവിച്ചിട്ടുള്ളത് ആ ഫെയിലിയർ സംഭവിച്ച പാർട്ടിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാം. That is failure mode analysis. Forensic engineering. Different type of forensic techniques ഒക്കെ ഉണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഫെയിലിയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഡിഫറെൻറ്റ് ഏരിയ പ്രോബ്ലംസ് ക്യാൻ ബി ഡിഫൈൻഡ് വെറൈറ്റ്ലി. കമ്പ്യൂട്ടർ സയൻസിൽ പറഞ്ഞ മെത്തേഡിലല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല പ്രോബ്ലത്തെ. ആ ഒരു രീതിയിലല്ല സൈക്കോളജി ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ഏരിയയിൽ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ വിൽ ബി ചേഞ്ച്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം. Problems can be classified into 3 based on some criteria. Problems can be classified into 3 based on some criteria. First one, based on type of unknowns. Second one, based on level of difficulty. And third one, based on open-endedness. We can discuss one by one. First one is based on type of unknowns. The first category is non-problem and non-solution. Details of the problem and details of the solutions are known. Only action is needed. Non-problem and non-solution എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബ്ലം എന്താണെന്നും അറിയാം, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും അറിയാം. നമുക്ക് രണ്ട് കാര്യങ്ങളും അറിയാം. പ്രോബ്ലം അറിയാം, അതിൻ്റെ സൊല്യൂഷനും അറിയാം. അത് പെർഫോം ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് കോൾഡ് നോൺ പ്രോബ്ലം ആൻഡ് നോൺ സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായാൽ മതി?
ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായാൽ മതി. നമുക്ക് പ്രോബ്ലം എന്താണെന്നും അറിയാം, അതിന്റെ സൊല്യൂഷനും അറിയാം അല്ലേ. അപ്പോൾ അത് നമ്മൾ ആക്ഷൻ മാത്രം അതിന് പെർഫോം ചെയ്താൽ അത് ആ സൊല്യൂഷൻ അങ്ങ് പെർഫോം ചെയ്താൽ മതി. ബട്ട് അത് പെർഫോം ചെയ്യണമെങ്കിൽ വി നീഡ് സം സെൽഫ് മോട്ടിവേഷൻ. സോ ബൈ performing this action or solving this, you can need a self motivation. That is called non-problem and non-solution. Second one, non-problem solution requires additional expertise. Non-problem solution requires additional expertise. Details of the problems are not, but more information needed for, or more information needed or additional skills needed for implementing the solution. Additional information needed for implementing the solution. എന്താ പറഞ്ഞേ? പ്രോബ്ലം അറിയാം, സൊല്യൂഷനും അറിയാം, പക്ഷെ സൊല്യൂഷൻ എന്താ പ്രോബ്ലം ഉള്ളത്? ഇറ്റ് റിക്വയർസ് അഡീഷണൽ എക്സ്പെർട്ടൈസ്. കൂടുതലായിട്ടുള്ള സൊല്യൂഷന് കൂടുതലായിട്ടുള്ള ഒരു എഫേർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ അതിലേക്ക് സൊല്യൂഷനിൽ വേണം, എങ്കിൽ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ നോൺ പ്രോബ്ലം നോൺ സൊല്യൂഷനും ആണ്. അവിടെ പ്രോബ്ലം അറിയാം, സൊല്യൂഷനും അറിയാം, ജസ്റ്റ് അത് പെർഫോം ചെയ്താൽ മതി, അതിനൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായാൽ മതി, അപ്പോൾ നമുക്കത് പെർഫോം ചെയ്യാം. ബട്ട് രണ്ടാമത്തെ എന്താ പറഞ്ഞത്? പ്രോബ്ലം അറിയാം, പക്ഷെ സൊല്യൂഷന് കൂടുതലായിട്ടുള്ളൊരു എക്സ്പേർട്ട് ആയിരിക്കണം. ആ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷനിൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റൂ. അതർവൈസ് ദി സൊല്യൂഷൻ വിൽ ബി ഫെയിലിയർ. ഓക്കെ, അപ്പോൾ അത് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സിസ്റ്റമാറ്റിക് തിങ്കിങ് and right attitude. Systematic thinking, we require systematic thinking and right attitude for non-problem, and solution require additional expertise. Systematic thinking ആയിരിക്കണം, right attitude. നല്ല രീതിയിൽ കാണണം, നമ്മൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നല്ല രീതിയിലായിരിക്കണം. അത് നെഗറ്റിവിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവൈലബിൾ ആകുന്ന ഇൻഫർമേഷനകത്ത് കൂടുതൽ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എക്വയർ ചെയ്തെടുക്കുക, എന്നിട്ട് പെർഫോം ചെയ്യാം. തേർഡ് വൺ, non-problem solution requires new approaches. Non-problem but solution requires new approaches. Details of the problems are known and conventional method for solution have failed. അതാണ് അവിടെ പ്രോബ്ലം. എന്താണ്? സൊല്യൂഷൻ റിക്വയർസ് ന്യൂ അപ്രോച്ചസ് ആണ്. അപ്പൊ അവിടെ എന്താണ്? കൺവെൻഷണൽ മെത്തേഡ്സ് ഫെയിലിയർ ആണ്. ഓക്കെ, സോ ദ ഇൻഫർമേഷൻ ക്യാൻ ബി റീഅറേഞ്ച് ആൻഡ് look from different types of perspectives. അവിടെ എന്താ പറഞ്ഞത്? നമുക്ക് പ്രോബ്ലം അറിയാം, പക്ഷെ സൊല്യൂഷന് ന്യൂ അപ്രോച്ചസ് വേണം. ആ ന്യൂ അപ്രോച്ചസ് വേണം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഓൾഡർ മെത്തേഡ് ഉണ്ടല്ലോ, കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്, ആ ട്രഡീഷണൽ മെത്തേഡ് ഈ പ്രോബ്ലത്തിനൊരു ഫെയിലിയർ അപ്രോച്ചാണ്. പ്രോബ്ലത്തിനൊരു ഫെയിലിയർ അപ്രോച്ചാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓൾറെഡി ഉള്ള അപ്രോച്ച് ഉണ്ടാവുമല്ലോ, കൺവെൻഷണൽ അപ്രോച്ച്, ആ അപ്രോച്ചിനെ ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്, യു ക്യാൻ ക്രിയേറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐഡിയാസ് ടു ദി പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? യു ക്യാൻ ഹാവ് ക്രിയേറ്റീവ് തിങ്കിങ്, ലാറ്ററൽ തിങ്കിങ്, തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്. നമ്മൾ ആ ട്രഡീഷണൽ മെത്തേഡ് വിട്ടിട്ട് നമ്മൾ ന്യൂ അപ്രോച്ചസ് ഫോളോ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് പ്രയോഗിക്കണം? യു ക്യാൻ അപ്ലൈ ക്രിയേറ്റീവ് തിങ്കിങ് ഓർ ലാറ്ററൽ തിങ്കിങ്. ഓക്കെ, അങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താവും? നിങ്ങൾക്ക് ന്യൂ അപ്രോച്ചസ് കിട്ടും. ചിലപ്പം പ്രോബ്ലം സെയിം ആയിരിക്കും, ബട്ട് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും. ലാസ്റ്റ് വൺ, unidentified problem. Last one, unidentified problem. The problem is also identified. The awareness of situation that can be improved, defining this problem as first step. അവിടെ എന്ത് ചെയ്യണം? പ്രോബ്ലം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ആക്ച്വലി പ്രോബ്ലം എന്താന്ന് പോലും ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ യു ക്യാൻ ഐഡന്റിഫൈ ദ പ്രോബ്ലം ഇറ്റ്സെൽഫ്. അപ്പൊ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താലല്ലേ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോബ്ലം ആസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദിസ് ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് assumptions or asking questions or finding inspirations. It can be solved using assumptions, asking questions or
ഫൈൻഡിങ് ഇൻസ്പിറേഷൻസ്. ഇവിടെ പ്രോബ്ലമേ അറിയില്ല. അപ്പൊ പ്രോബ്ലമേ അറിയാത്ത സ്ഥിതിക്ക് എന്ത് വേണം? നമ്മൾ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? നമ്മൾ നിങ്ങൾ അസംഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും പ്രോബ്ലം കണ്ടുപിടിക്കുന്നുണ്ടാവുക. ഒന്നുകിൽ അസംഷൻ, അല്ലെങ്കിൽ എന്താ, യു ക്യാൻ ആസ്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക. അപ്പൊ ആ ആൻസേഴ്സിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അതും അല്ലെങ്കിൽ എന്താണ്, ഇൻസ്പിറേഷൻസ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില ഡൊമൈൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇൻസ്പയർ ആവും. ആ ഇൻസ്പിറേഷൻ്റെ അകത്തുനിന്നായിരിക്കും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പ്രോബ്ലംസ്. അപ്പോൾ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് അൺനോൺ, ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 4. That is non-problem and non-solution. Non-problem solution requires additional expertise. Non-problem solution requires new approaches, and unidentified problem. Is that clear? Clear? Okay. Next category, next type is based on level of difficulty. This is the second type of problem solving, based on level of difficulty. In this phase, you can have advanced intellectual ability. In this step, you can have advanced intellectual ability. ഇവിടെ കുറച്ചുകൂടി നമ്മൾ വിജിലന്റ് ആവണം. ഇവിടെ നമ്മൾ എന്താണ്, കുറച്ചുകൂടി ഒന്ന് നമ്മുടെ നോളജ് ലെവൽ ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ, പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ പറ്റൂ. Okay, different types of level of difficulty we can discuss. First one, knowledge. Knowledge. Problems that can require remembering prior knowledge. Remembering prior knowledge. Mainly, this type of problems started with who, when, where, what. Knowledge എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രയർ നോളജ്, മുന്നേ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിമെമ്പർ ചെയ്യാം. അതാ വേണ്ടത് മെയിനായിട്ട്. അതായത് എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അത് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ കിട്ടും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ഹൂ, വെൻ, വെയർ, വാട്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഓൾഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മെത്തേഡ്സ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നോളജ്. നമ്മുടെ നോളജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം ക്വസ്റ്റ്യൻസ്. അല്ലെ, അതിൻ്റെ അകത്തുനിന്നായിരിക്കും നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക? പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സെക്കൻഡ് വൺ, കോംപ്രഹെൻഷൻ. Second one, comprehension. Problems that require recalling some information and manipulating in given piece of information. Recalling some information and manipulating piece of information. Manipulating from the piece of information. We can translate or interpreting. We can translate or interpret. Comprehension questions usually start with relate, show, distinguish, extrapolate. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താ പറയുക? കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നിങ്ങളുടെ നോളജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ട് ആർ ദി, അല്ലെങ്കിൽ വെൻ ഈസ് ഇറ്റ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന, ഇപ്പോൾ ഷോർട്ട് എസ്സേ ഒക്കെ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അവിടെ നിങ്ങൾക്ക് ഈ ഷോ അല്ലെങ്കിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടി ഡിസ്റ്റിംഗ്വിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. അവിടെ നിങ്ങൾ എന്താ ചെയ്യുക? കമ്പാരിസൺ ഒക്കെയാണ് നടത്തുക അല്ലേ, കമ്പാരിസൺ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? റിമെമ്പറിങ് സം ഇൻഫർമേഷൻ അല്ലേ, പണ്ട് കാലത്ത് നടന്ന കുറേ ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് റിമെമ്പർ ചെയ്ത് നോക്കണം. ആ റിമെമ്പർ ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? റീകോൾ ചെയ്തിട്ട് അതായിരിക്കണം ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെ ചിലപ്പോൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എ ടൈപ്പ് ഓഫ് കമ്പാരിസൺ അതൊക്കെ പറയാം. ദാറ്റ് ഈസ് കോൾഡ് എന്ത്? കോംപ്രഹെൻഷൻ. ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം എന്താ, ഈ റീകോൾ ചെയ്യാന്ന് പറഞ്ഞാൽ, റിമെമ്പർ ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ, തേർഡ് വൺ, ആപ്ലിക്കേഷൻ. The name itself is the application level. You have to solve this problem identifying relevant principles. Relevant principles. And you can apply equations or different types of methods.
ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഹയർ ഓർഡർ ആണ്, ഹയർ ലെവലാണ് അല്ലേ. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ലൈഫ് സ്കിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ അഡ്വാൻസ്ഡ് മെത്തഡായി. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുമ്പം അവിടെ എന്താണ്, യു ഹാവ് ടു അപ്ലൈ സം ടൈപ്പ് ഓഫ് ഇക്വേഷൻസ്, മെത്തേഡ്സ് ഓർ സം ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾസ്. ആപ്ലിക്കേഷൻ ലെവൽ ഇസ് എ സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, ഈ കോംപ്രഹെൻഷൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായി ഏത് ആപ്ലിക്കേഷൻ ലെവൽ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക? അപ്ലൈ ഓർ ഡിറ്റർമൈൻ, ഇല്ലുസ്ട്രേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. അപ്ലൈ, determine, demonstrate, illustrate, these are the application level questions or application level problems. So you have to apply different types of equations, method or relevant principles in that problem. Okay, next method is analyze, analysis or analyze. The given problem that can be broken down into different parts. The problem can be divided into different parts, so you can get an idea and the relationship between the different parts. Analysis ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അനലൈസ് ചെയ്യാന്ന് കേൾക്കുന്ന എന്താ, ഒന്ന് വിശകലനം ചെയ്യലാണ് അല്ലേ. നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യലാണ്. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, കിട്ടിയ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ സംഭവത്തെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആക്കുമല്ലോ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആക്കി മാറ്റുമല്ലോ. ആ ഡിഫറെൻറ്റ് ടൈപ്സിനെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്യുമ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സുകൾ തമ്മിൽ യു ഹാവ് ടു ഫോം സം റിലേഷൻഷിപ്പ്. യു ഹാവ് ടു ഫോം സം റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുമ്പം യു ക്യാൻ ഐഡന്റിഫൈ സം ടൈപ്പ് ഓഫ് മിസ്സിംഗ് ഡാറ്റ ഓർ റിലവൻറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസ്, അറേഞ്ച്, അതുപോലെ വാട്ട് ആർ ദി കോഴ്സസ്, വാട്ട് ആർ ദി കോമ്പണൻസ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും സാധാരണ അനാലിസിസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് ഓർഗനൈസ്, അറേഞ്ച്, വാട്ട് ആർ ദി കോഴ്സസ്, വാട്ട് ആർ ദി കോമ്പണൻസ്, ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് യൂഷ്വലി അനലൈസ് ചെയ്യുന്ന അല്ലെ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവിടെ പ്രോബ്ലത്തെ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് and you get an idea, and also you have to find some relationship between these tasks. Okay, you have to find out the missing relationship or relevant information. അപ്പോൾ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ എങ്ങനെയായിരിക്കും, അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഇസ് സിന്തസിസ്. നെക്സ്റ്റ് വൺ ഇസ് സിന്തസിസ്. You can put in extra effort. Okay, different parts can be combined and produce a new thing. Synthesize ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഡിഫറെൻറ്റ് പാർട്സിനൊക്കെ കമ്പൈൻ ചെയ്യുക, എന്നിട്ട് പുതിയ എന്തോ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് വേണം. എക്സ്ട്രാ എഫേർട്ട് മാത്രമല്ല, നമുക്ക് ആ എന്താ കറക്റ്റായിട്ടുള്ള അൺക്ലിയർ സിറ്റുവേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് അറിയണം അല്ലേ. ചില പാർട്സുകളൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യും. ചില പീസസ് ഓഫ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പം ആ മിസ്സിംഗ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ സിന്തസൈസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ഡെവലപ്പ്, ഡിസൈൻസ്, സപ്പോസ്, ക്രിയേറ്റ്, ഇമാജിൻ. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ്ങും കുറച്ച് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ പിക്ചേഴ്സൊക്കെ, ഒരു പിക്ചറിന്റെ ഡിഫറെൻറ്റ് പാർട്സ് ഒക്കെ തന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്യാൻ പറയുമ്പോൾ യു ക്യാൻ പെർഫോം സം ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി അതിൽ വർക്ക്ഔട്ട് ചെയ്യുക. ക്രിയേറ്റിവിറ്റി മാത്രമല്ല, ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ടി വരും. റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ആണെങ്കിൽ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ആണെങ്കിൽ യു ഹാവ് ടു പെർഫോം ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ എന്താ പറഞ്ഞത്, കുറേ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ആ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ സംഭവം എന്തോ ആക്കി മാറ്റുക. അപ്പോൾ അതാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ക്രിയേറ്റിവിറ്റിയും വേണം, ഒറിജിനൽ ആയിട്ടുള്ള ഒരു നോളജും ഉണ്ടാവണം. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത് ക്രിയേറ്റ്, സപ്പോസ്, ഡിസൈൻ, ഡെവലപ്പ്, വാട്ട് ആർ ദി ആൾട്ടർനേറ്റീവ്സ്, ഓക്കെ, ഇമാജിൻ, വാട്ട് മൈറ്റ് യു ബി. This type of questions are called synthesizing. Next one,
Evaluation. Evaluation. Evaluation is the highest level of intellectual ability. Evaluation is the highest level of intellectual ability. You have to evaluate both qualitative and quantitative data. You have to evaluate both qualitative and quantitative data. You can apply some type of knowledge, some type of expert knowledge in that domain, and also find out the expected outcome. Expected outcome. Evaluation എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ. അവിടെ നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഡാറ്റ യൂസ് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഡിസ്ക്രൈബ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് അല്ലേ? ഇപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, ഫെയർ, ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്വാളിറ്റി. വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ഇറ്റ് ഡിസ്ക്രൈബ്സ് അബൌട്ട് ദി ക്വാണ്ടിറ്റി. ഓക്കെ, ഇപ്പൊ സെന്റിമീറ്റർ, മീറ്റർ, കിലോഗ്രാം, ലിറ്റർ is the quantity. You can evaluate both type of data, like quantitative data and qualitative data. You can perform some type of expert knowledge in that domain. നിങ്ങൾ ഏത് ഏരിയയിലാണോ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഏരിയയിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടാവണം, എങ്കിലും മാത്രമേ ഇവാലുവേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഏരിയ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്പേർട്ട് നോളജ് എവിടെ ഉണ്ടായിരിക്കണം? ഇൻ ദാറ്റ് ഏരിയ. ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദി എക്സ്പെക്റ്റഡ് ഔട്ട്കം. ഈ സ്ട്രാറ്റജി അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്കം, റിസൾട്ട് ഇതായിരിക്കും എന്നുകൂടി ആ ഇവാലുവേറ്റർക്ക് പറയാൻ പറ്റണം. ഓക്കെ, they have to predict the expected outcomes. In evaluation, the question starts with, was it wrong? Will it work? Does it solve the real problem? Argue both sides? Judge, rate. ഇതൊക്കെ ഇവാലുവേഷൻ ആണ്. ജഡ്ജ് ചെയ്യാൻ പറയാ, അതേപോലെ റേറ്റ് ചെയ്യാൻ പറയാ. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് തന്നെ ഇപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് അല്ലെ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കാൻ പറയാറില്ലേ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, വാസ് ഇറ്റ് റോങ്? ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് വിത്ത് വാസ് ഇറ്റ് റോങ്, ഡസ് ഇറ്റ് സോൾവ്. ഇതൊക്കെ എന്താണ്? ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാ? നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, analysis, synthesize, and evaluation. Okay, the last one is based on openness. Based on openness, there are two categories. First one is open-ended problem. Open-ended problem. Open-ended means there is no single correct answer for the problem. There is no single correct answer for the problem. It will need some type of creativity. Open-ended problem needs some type of creativity. You can perform divergent thinking. Divergent thinking. ഇവിടെ എന്താ പറഞ്ഞത്? സിംഗിൾ ആൻസർ ഇല്ല, ഒരു പ്രോബ്ലത്തിന് സിംഗിൾ ആൻസർ ഇല്ല, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി പെർഫോം ചെയ്യാം. Solutions find out ചെയ്യാൻ വേണ്ടി you can use the creativity. Second one, close-ended problem. There is a single answer or single correct answer to the problem. Single correct answer to the problem. You can tackle this using convergent thinking. Okay, our mathematical problem or textbook problems. ഇതൊക്കെ എന്താണ്? ക്ലോസ്-എൻഡഡ് ആണ്. അവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. ആ ആൻസറിന് വേണ്ടിയിട്ട് അവിടെ ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ആൻസർ, കറക്റ്റ് ആൻസർ. അവിടെ എന്താണ്? കൺവേർജന്റ് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, ക്ലിയർ കട്ട് ആൻസർ. സോ ടു ടൈപ്സ് ഓഫ് പ്രോബ്ലം. ഫസ്റ്റ് ഇസ് ഓപ്പൺ എൻഡഡ് പ്രോബ്ലം ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്ലോസ് എൻഡഡ് പ്രോബ്ലം. ഇൻ ഓപ്പൺ എൻഡഡ് പ്രോബ്ലം ദർ ഇസ് നോ സിംഗിൾ കറക്റ്റ് ആൻസർ. യു ഹാവ് ടു പെർഫോം ഡൈവേർജന്റ് തിങ്കിങ്. In close-ended problem, there is a single correct answer. You can use convergent thinking. For example, mathematics. Okay. So these are the different types of problems. Next is
What are the different types of or different steps of problem solving? Different steps of problem solving. You can see the first letter of these steps, I, D, E, A, L. I, D, E, A, L. What is that? Ideal. Different steps in problem solving is called ideal. Ideal. This is the ideal method for problem solving. Ideal method for problem solving. This is a life cycle. This is a life cycle. So, what is I? Identification of problems and opportunities. Second one, definition of goals. E means exploration of possible strategies. A means anticipation of outcomes and actions. L means learning through retrospection. So steps in problem solving, you can remember ideal steps in problem solving. I means identification of problems and opportunity. D means definition of goals. E exploration of possible strategy. A means anticipation of outcomes and action. L means learning through retrospection. This is the life cycle. So we can discuss it later.